കമ്മിറ്റഡ് ആവാത്തതിന്റെ റീസൺ കരയാൻ വയ്യെന്ന് പറഞ്ഞു. കമ്മിറ്റഡ് ആകാത്തത് കരയാൻ പറ്റില്ലാത്തത് കൊണ്ടാണ്, കരയാൻ പേടിയായതുകൊണ്ടാണ്. കുറെ കരഞ്ഞത് കൊണ്ട് കമ്മിറ്റഡ് ആകാൻ താല്പര്യമില്ല. ചേച്ചിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നോവിച്ചൊരു വ്യക്തിനെ ഇപ്പോഴും ചേച്ചി ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്? ഗോഡ് ബ്ലെസ്, ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ഒരാളാണോ ഒരുപാട് പേരുണ്ടോ ജീവിതത്തില്? ഒരാളേ ഉള്ളൂ ചേച്ചിയുടെ? അല്ല, ഞാൻ പ്രണയിച്ച കാര്യം മാത്രമല്ല ചോദിച്ചത്. ചേച്ചിയുടെ ഇതുവരെയുള്ള ഒരു ജേണിയിൽ എത്ര ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചവരെയൊന്നും ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല. കാരണം അതെല്ലാം ഒരു സിറ്റുവേഷനാണ്. അവരും നമ്മളെ പ്ലാൻ ചെയ്ത് ദ്രോഹിക്കുന്നതല്ല, ആ സാഹചര്യത്തിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. വട്ടവർ ഇറ്റ് ഈസ് നമ്മുടെ ലൈഫാണ്, നമ്മൾക്ക് ജീവിക്കണം, എല്ലാവരെയും പോലെ ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. നമുക്കിട്ട് പണി തരുന്നവർക്ക് ശരിക്കും റിവെഞ്ച് ചെയ്യാൻ നടക്കുന്നതാണോ ശരിക്കുള്ള റിവെഞ്ച്? അത് നമ്മുടെ അല്ലല്ല, ഒരിക്കലും റിവെഞ്ചിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും റിവെഞ്ചിനെ പറ്റി. ഇന്ന് എന്നെ കാർപ്പിച്ച് തുപ്പിയ ഒരാള് നാളെ കണ്ടെന്നെ ചിരിച്ചാൽ ഞാൻ ഓടിപ്പോയി സംസാരിക്കും. അതാണ് റിവെഞ്ച്. ചേച്ചിയുടെ ലൈഫ് ജേണിയിൽ ചേച്ചിയുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? 100%. എന്റെ അമ്മ, എന്റെ സഹോദരങ്ങൾ എല്ലാവരും എന്താ പറയാ, മറ്റൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ അനുഭവിച്ച അത്രയും ഫാമിലി സ്ട്രഗ്ലിങ് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് കൂടുതലും സൊസൈറ്റിയിൽ നിന്നുള്ള സ്ട്രഗ്ലിംഗ് ആണ് ഞാൻ നേരിട്ടത്. ബട്ട് എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. ചേച്ചി ആദ്യമായിട്ട് ചേച്ചിയുടെ ഒരു ജെൻഡർ വേസ് തിരിച്ചറിഞ്ഞപ്പോ അത് ചേച്ചി ഫാമിലിയോട് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു? ധൈര്യമൊന്നുമല്ല, അതങ്ങ് പറഞ്ഞു പോകുന്നതാണ്. എന്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴാണ് നമ്മൾ ധൈര്യത്തോടുകൂടി പറയുന്നത്. അന്ന് ധൈര്യമാണോന്നൊന്നും അറിയത്തില്ലല്ലോ, ചെറിയ പ്രായമല്ലേ. അപ്പൊ നമ്മളങ്ങ് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ധൈര്യത്തോടുകൂടി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഫാമിലി എങ്ങനെയായിരുന്നു? അത് ഫാമിലിയെ പറ്റി എന്താ പറയാ, ചെറുപ്പകാലത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം അതിന്റെ ഒരു തമാശ രൂപേണ എടുത്തു. അവരും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ വന്നു. ചേച്ചിയുടെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ 347 മാർക്ക് SSLCക്ക് ഫാത്തിമ മദ നാഷണൽ കോളേജിൽ പ്രീ-ഡിഗ്രിക്ക് ചേർന്നു. പ്രീ-ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ബാക്ക് ടു വർക്ക്, അത് ഇത് പിന്നെ എറണാകുളത്തേക്ക് പോന്നു. ഇപ്പൊ ഇരിക്കുന്നു. സെലിബ്രിറ്റികളില് ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ചെയ്ത ഒരു മേക്കപ്പ് ആരുടേതായിരിക്കും? ആഗ്രഹിച്ച് ചെയ്തതൊന്നുമില്ല, എല്ലാവരെയും ആക്സിഡന്റിൽ വന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റ് അതാണ് അറിയേണ്ടത്. അതാണ് ദീപിക. ചേച്ചി ദീപികയുടെ ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തിട്ടുണ്ട്, പക്ഷെ ദീപിക ഒന്നും വലിയ സ്റ്റാർ ഒന്നും. പക്ഷെ ഇനി ചേച്ചി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ചേച്ചി ലൈഫിൽ ഇനി എപ്പോഴെങ്കിലും ചേച്ചി ഒരു മാരേജ് ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ടോ? മാരേജ് ഇല്ല. അത് ശരിക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീരുമാനിച്ച് മാരേജിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ലൈഫിനെ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് കരിയറാണ്. ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ പണ്ട് കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ചേച്ചി ഒരു ഇമാജിനേഷനിലൂടെ താരാട്ട് പാടുന്നതൊക്കെ. അപ്പൊ ചേച്ചിക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് അമ്മയുടെ ഒരു ഫീല് അതിൽ കണ്ടിരുന്നു. അപ്പൊ ഇനി ഭാവിയിൽ ഒരു കുട്ടീനെ ദത്തെടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറ്റില്ല അല്ലെ നമുക്ക് അങ്ങനെ? അതിനെപ്പറ്റി ഞാൻ കൂടുതലും ചിന്തിച്ച് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളില്ല. എല്ലാവരും എല്ലാ കുട്ടികളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കരുതുക എന്നുള്ളതാണ്. എനിക്ക് മക്കളുണ്ട്, ഇനി വരുന്ന കുട്ടികളെയും സ്നേഹത്തോടുകൂടി കാണുക എന്നുള്ളത്. എനിക്ക് ഇനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് സാധ്യമല്ല. അതുപോലെ ഒരു കുട്ടീനെ ദത്തെടുക്കുക എന്നുള്ളത് പോസിബിലിറ്റി കാണുന്നില്ല.